റിഫ്രാക്റ്റീവ് എറേഴ്സ് ഓഫ് ഐ. കണ്ണിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് വിഷൻ സാധ്യമാകുന്നത്. അതിൽ വരുന്ന എറേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് അസ്റ്റിഗ്മാറ്റിസം. അതിനു മുമ്പ് നമുക്ക് എമെട്രോപ്പിയ, അമെട്രോപ്പിയ എന്താണെന്ന് പറയാം. എമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേസ് നമ്മുടെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് ഇമെട്രോപ്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കലി നോർമൽ ഐ. ഇനി അമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ ലൈറ്റ് റേസ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നത് ഫെയിൽ ആവുന്ന സമയത്ത് ആണ്. ആ കണ്ടീഷനെയാണ് അമെട്രോപ്പിയ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കലി അബ്നോർമൽ ഐ. റിഫ്രാക്റ്റീവ് എറേഴ്സിൽ ഫസ്റ്റ് വൺ തന്നെ മയോപ്പിയ ഓർ നിയർ സൈറ്റ്നെസ്. ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയുടെ ഇൻഫ്രണ്ടലായിട്ട് വരുമ്പോഴാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. അവർക്ക് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കണ്ണ് എപ്പോഴും ഒരു പകുതി ക്ലോസ് ചെയ്ത പോലെ ആയിരിക്കും അവരുടേത് ഉണ്ടാവുക. ഇതിൻ്റെ എറ്റിയോളജി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ കർവേച്ചർ ഓഫ് കോർണിയയുടെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐ, കണ്ണിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ലാർജ് ഐബോൾ സൈസും ആയിരിക്കും. ഇനി ടൈപ്സ് ഓഫ് മയോപ്പിയ. ആക്സിയൽ മയോപ്പിയ, അതായത് ഇലോങ്ങേറ്റഡ് ഐബോൾ 1 mm എക്സ്ട്രാ ആക്സിയൽ ലെങ്ത് ഉണ്ടാക്കുമ്പോൾ അവിടെ 3 ഡയോപ്റ്റർ ഓഫ് പവർ ആഡ് ചെയ്യുന്നുണ്ട്. കർവേച്ചറൽ മയോപ്പിയ 1 mm എക്സ്ട്രാ കർവേച്ചർ ഉണ്ടാകുമ്പോൾ 6 ഡയോപ്റ്റർ പവർ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് മയോപ്പിയ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐ, അതുപോലെ അതാണ് ന്യൂക്ലിയർ കാറ്ററാക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് മയോപ്പിയ, അതായത് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ മൈനസ് ലെൻസ്, ഇതാണ് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് മയോപ്പിയക്ക് വരുന്നത്. നമ്മൾ ഇത് ഐ ഗ്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ആയിട്ടൊക്കെയാണ് പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് റിഫ്രാക്റ്റീവ് സർജറി. അതിൽ വരുന്നതാണ് ലേസിക്, അതായത് ലേസർ അസിസ്റ്റഡ് ഇൻ സിറ്റു കെരാറ്റോമിലൂസിസ്. പിന്നെ വരുന്നതാണ് PRK, അതായത് ഫോട്ടോ റിഫ്രാക്റ്റീവ് കെരാറ്റക്ടമി. ദെൻ ലേസർ അസിസ്റ്റഡ് സബ് എപ്പിത്തീലിയൽ കെരാറ്റക്ടമി എന്ന് പറയും. അതുപോലെ തന്നെ ഐ എക്സസൈസ്, വിഷൻ തെറാപ്പി, വേരിയസ് ഐ തെറാപ്പീസൊക്കെ നമ്മുടെ ഈ മയോപ്പിയനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി നെക്സ്റ്റ് റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം.